188 നിയമസഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ അവിശ്വസനീയമായിട്ടുള്ള വിജയമാണ് BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം നേടിയിരിക്കുന്നത്. അതിൻ്റെ ആഘോഷ പരിപാടികൾ സംസ്ഥാനത്തുടനീളം അരങ്ങ് തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാനീ നിൽക്കുന്നത് മുംബൈയിലെ കോൺഗ്രസിനെ ആസ്ഥാന മന്ദിരത്തിന് സമീപമാണ്. കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിന് സമീപത്ത് BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുക. ഇപ്പോൾ ഉള്ള ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് ഉള്ള നേതാക്കന്മാരുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ACCയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ആഘോഷം അരങ്ങ് തകർക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ അവിശ്വസനീയമായിട്ടുള്ള പരാജയത്തെ വിലയിരുത്തുന്നത് ഈ പരാജയം ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ വികാരമാണ് പ്രതിഫലിച്ചത് എന്ന് തങ്ങൾ കരുതുന്നില്ല. വരും ദിവസങ്ങളിൽ വളരെ ആഴത്തിലുള്ള പരിശോധന ഇതുമായി നടത്തിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് തങ്ങൾ കടക്കും എന്നാണ് അവർ പറയുന്നത്. സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും വീഴ്ച കൊണ്ടല്ല ഇപ്പോഴത്തെ ഈ പരാജയം എന്ന് സ്ഥാപിക്കാനാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. നിലവിലുള്ള സാഹചര്യം മഹാവികാസ് അഘാഡിയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ അപ്രസക്തമാകുന്ന വിധത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ശിവസേനകളിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്ന ചോദ്യത്തിന് ജനങ്ങളുടെ കോടതി ഉത്തരം പറയുമെന്ന് പറഞ്ഞ താക്കറേക്ക് ഇന്നുണ്ടായിരിക്കുന്ന ജനവിധി, ആ ജനവിധി വളരെ വലിയ തിരിച്ചടിയാണ്. ഒപ്പം ശരത് പവാർ അജിത് പവാർ തർക്കത്തിൽ യഥാർത്ഥ NCP ആരാണ് എന്ന ചോദ്യത്തിനും അജിത് പവാറിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഈ ജനവിധി, അതും ശരത് പവാർ എന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വടവൃക്ഷത്തെ പോലെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരനും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വലിയ വിജയത്തെ മഹായുതി സഖ്യം മഹാരാഷ്ട്രയിൽ ആഘോഷമാക്കുന്ന കാഴ്ചയാണ് ഈ രാത്രിയിലും കാണുന്നത്. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന കാഴ്ച, ആഘോഷ പരിപാടികൾ ഈ മഹാനഗരത്തിൽ ആസൂത്രണം ചെയ്ത് അതിൻ്റെ നടത്തിപ്പിലാണ് ഇപ്പോൾ BJPയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കൾ മഹാരാഷ്ട്രയിൽ ഉള്ളത്. കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലുള്ള ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇപ്പോഴും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. BJP പ്രവർത്തകർ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ വലിയ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. രമേശ് ചെന്നിത്തല അകത്ത് വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിലും വളരെ വലിയ രീതിയിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഈ വിജയം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കാണാനായി സാധിക്കുന്നു.